Good morning. Good morning. കേൾക്കുന്നില്ലേ? ആതിര, അമൃത, സുചിത, പത്മശ്രീ. ഓക്കെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്താണോ റിപ്ലൈ ചെയ്യാത്തേ, കേൾക്കുന്നില്ലേ? ഇത്ര കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോളോ കഴിഞ്ഞ ക്ലാസ്സില്? അതോ റിവിഷൻ ആയതുകൊണ്ട് കേറാത്തതാണോ? റിവിഷൻ ആകുമ്പോ മാക്സിമം കേറാൻ നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നമുക്ക് തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒക്കെ എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മളിപ്പോ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഈ റിവിഷനിൽ തന്നെ കയറിയ എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ പ്രത്യേകം നിങ്ങൾ ഇനി അതിൽ നിങ്ങൾക്ക് ആ മൊഡ്യൂൾ എക്സാം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കുട്ടികൾ മെസ്സേജ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഇപ്പൊ നമുക്ക് വേഗം പോർഷൻസ് തീർത്തത് കൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ ചാപ്റ്റർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി പോകാം. അപ്പൊ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്രയും കുട്ടികളാണ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിലും? 12 പേരാണോ? നമ്മൾ 10-13 പേരൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ അല്ലെ അറ്റ് ടൈം ലൈവില്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ലാസ്റ്റ് 7ാമത്തെ ചാപ്റ്ററിന്റെ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നേ അല്ലെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. അത് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്തായിരുന്നു. ഓക്കെ, എന്നാ സമയം കളയണ്ട, ബാക്കിത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ 7ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പറയാ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 7ാമത്തെ ചാപ്റ്റർ നമുക്ക് എന്താ നോക്കിയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ്. അത് ഇനി പ്രത്യേകം പറയണ്ട. 10 ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലെ? റഷീദ് എവിടെ ഇട്ടിട്ടുണ്ട്? 10 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ആ 10 ക്വസ്റ്റ്യന് നമ്മൾ പഠിച്ചും കഴിഞ്ഞു. ഓക്കെ, പിന്നെ കോഡിന്റെ ഇത് പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മൾ പഠിച്ച എല്ലാ കോഡുകളും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അത് ഓരോ പ്രാവശ്യം നമുക്ക് മാറി മാറി ചോദിക്കാം. അപ്പൊ അത് കോഡുകളൊക്കെ തറവാക്കി വെക്കുക. കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ്. കോഡ് ഗ്രീൻ ഏതാണ്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം കേട്ടോ. കോഡ് ഗ്രീൻ. ഓപ്ഷൻ എയില് മിസ്സിംഗ് പേഷ്യന്റ്, ഓപ്ഷൻ ബിയില് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ഓപ്ഷൻ സിയില് ഫയർ ഇൻ ദ ഹോസ്പിറ്റൽ, ഓപ്ഷൻ ഡിയില് ഇന്റേണൽ ഇവാക്വേഷൻ. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഇന്റേണൽ ഇവാക്വേഷൻ. ഇനി ഇത് എഴുതിയെടുക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് ഒന്നും എഴുതിയെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് അതിന്റെ നേരെ ആൻസർ മാത്രം നമുക്ക് അറിയാവുന്ന രീതിയിൽ വലിയ ഭംഗിയിലൊന്നും, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് മനസ്സിലാവണോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകുന്നുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കോഡ് ഗ്രീൻ എന്തിനെ സൂചിപ്പിക്കുന്നേ? ഇന്റേണൽ ഇവാക്വേഷൻ. കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ്സ് ഇന്റേണൽ ഇവാക്വേഷൻ. മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് നോക്കിയേ. ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ മീൻസ്. ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ മീൻസ്, ഇത് ഞാൻ മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മോക്ക് ടെസ്റ്റിൽ തന്ന ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ മോക്ക് ടെസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കിക്കോ. ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ മീൻസ് എന്താണ്? മീൻസ് ഡാഷ്. ഓപ്ഷൻ എയില് ഇവാക്വേറ്റ്, ഹൊറിസോണ്ടൽ ആണ് കേട്ടോ. ഇവാക്വേറ്റ് ഓൾ അഫക്റ്റഡ് പേഴ്സൺ ബിയോണ്ട് ദ ഫയർ സെപ്പറേഷൻ ഡോർ to the adjacent safe area on the same floor. ആ സെയിം ഫ്ലോറിലെ സെയിം ഏരിയയിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് ഇവാക്വേറ്റ് ഓൾ അഫക്റ്റഡ് പേഴ്സൺ ടു അനദർ ഫ്ലോർ, വേറെ ഫ്ലോറിലേക്ക് മാറ്റാണ്. Then option C യില് evacuate all person from the building to remain your assigned area for instruction. ആ ബിൽഡിംഗിൽ തന്നെ മാറ്റുകയാണെന്ന്. അപ്പൊ അതിനകത്ത് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ ആ ഫ്ലോറിൽ തന്നെ നമ്മൾ വേറെ ഇതിലേക്ക് മാറ്റി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്. ആ സെയിം ഫ്ലോർ, അത്രയും നോക്കിയാൽ മതി.
അപ്പൊ നിങ്ങൾ അത് വാരി വലിച്ച് ഫുൾ എടുക്കണതില്ല. ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്താൽ മതി. ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ എന്ന് പറഞ്ഞത് സെയിം ഫ്ലോർ, അത്രയും മതി. അപ്പൊ അറിയാം സെയിം ഫ്ലോറിലേക്ക് തന്നെയാണ് മാറ്റുന്നത് ഹൊറിസോണ്ടൽ. ഇനി നോക്കിയേ, എവരി ടെലിഫോൺ ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് കണക്റ്റഡ് ടു ദ ഡാഷ്. എല്ലാ ടെലിഫോണും ഹോസ്പിറ്റലിലെ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എയില് ഫ്രണ്ട് ഓഫീസ്, ഓപ്ഷൻ ബിയില് പബ്ലിക് അഡ്രസ്സസ് സിസ്റ്റം. നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട് അത്. പബ്ലിക് അഡ്രസ്സസ് സിസ്റ്റം. ഓപ്ഷൻ സിയില് ഫാർമസി, ദെൻ ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ഏതുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? എല്ലാ ഫോണുകളും പബ്ലിക് അഡ്രസ് സിസ്റ്റം ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആൻസർ ഏതാണ്? ബി ആണ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം. every telephone in the hospital, every telephone in the hospital is connected to the dash, connected to the dash. ഇതുമായിട്ടാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം, പബ്ലിക് അഡ്രസ് സിസ്റ്റം. ADDRESS അഡ്രസ് സിസ്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, the code incident report, the code incident report is filled by the dash. Code incident report is filled by the dash. ആരാണ് കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫിൽ ചെയ്യുന്നത്? ഓപ്ഷൻ എയില് ഡയറക്ടർ, ഓപ്ഷൻ ബിയില് സൂപ്രണ്ടന്റ്, ഓപ്ഷൻ സിയില് ടീം ലീഡർ, ഓപ്ഷൻ ഡിയില് ടീം മെമ്പേഴ്സ്. ആരാണ് ആ കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫിൽ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആരാണ്? ടീം ലീഡർ ആണ്. ഓക്കെ, ടീം ലീഡർ. Next, code incident report is filled by team leader. Okay, team leader. അടുത്ത നോക്കിയേ, code amber indicate dash. Code amber എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എയില് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ഓപ്ഷൻ ബിയില് ഇന്റേണൽ ഇവാക്വേഷൻ, ഓപ്ഷൻ സിയില് മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ്, ദെൻ ഓപ്ഷൻ ഡിയില് none of the above. ഏതാണ് മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ്? ഓക്കെ, code amber. Missing infant or child. Code amber, missing infant or child. Missing infant or child. Code amber, missing infant or child. Okay, അപ്പൊ നമ്മളവിടെ 5 ക്വസ്റ്റ്യനും കഴിഞ്ഞു വന്ന്. കോഡ് ഗ്രീൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇന്റേണൽ ഇവാക്വേഷൻ. രണ്ടാമത്തേത് ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഫ്ലോറിലേക്ക്. ഓക്കെ, പിന്നെ എല്ലാ ടെലിഫോണും ഏതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു? പബ്ലിക് അഡ്രസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. പിന്നെ കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ആരാണ് ഫിൽ ചെയ്യുന്നത്? ആരാണ്? ടീം ലീഡർ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കോഡ് ആംബർ. കോഡ് ആംബർ ഏതാണ്? മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ്. 5 ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Some hospital use dash code system rather than colors. ഇത് ഞാൻ ടെസ്റ്റ് തന്നിട്ടുണ്ട്. Some hospital use dash code system rather than others. ഏത് കോഡ് സിസ്റ്റം ഉപയോഗിക്കണ്ടേ? നമ്മൾ പറഞ്ഞ കളർ കോഡുകൾക്ക് പകരം ചില ഹോസ്പിറ്റലുകളുടെ ഏത് കോഡാണ്? ഓപ്ഷൻ എയില് റോമൻ, ഓപ്ഷൻ ബിയില് ഇറ്റാലിക്സ്, ഓപ്ഷൻ സിയില് നമ്പേർഡ്, ഓപ്ഷൻ സിയില് ഡിയില് നൺ ഓഫ് ദ എബോവ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, നമ്പേർഡ് ആണ്, നമ്പർ കോഡുകളാണ്.
ചില ഹോസ്പിറ്റലിലെ കളർ കോഡുകളില് ചില ഹോസ്പിറ്റലില് ആ കളർ കോഡുകൾക്ക് പകരം അവർ ഉപയോഗിക്കുന്നത് നമ്പർ കോഡുകളാണ് കേട്ടോ. നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Every hospital uses the same communication technology to communicate during an dark situation. ഏത് സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്? Every hospital uses the same communication technology to communicate during a dark situation. Option A is normal situation. Option B is emergency situation. Then option D is non-urgent situation. Option D is none of the above. ഈ കളർ കോഡുകളൊക്കെ ഏത് സിറ്റുവേഷൻ ആണ്? എമർജൻസി സിറ്റുവേഷൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എമർജൻസി സിറ്റുവേഷൻ. ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്തതുമാണ്, ഹോം ടെസ്റ്റിൽ തന്നതുമാണ്. Dash are color-coded identification used in healthcare facilities. Dash are color-coded indicators used in healthcare facilities. Dash are color-coded. Dash are color-coded indicators. Color-coded indicators used in healthcare facilities. Used in healthcare facilities. Option A is emergency response code. Emergency response codes. Option B is barcodes. Option C is reports. Then option D is none of the above. ആ സെന്റൻസ് സെയിം തന്നെയാണ് എന്റെ ടെക്സ്റ്റിൽ കിടക്കുന്നതാ. Dash are color-coded indicators എന്ന് വെച്ചാൽ ഏതാണ്? എമർജൻസി റെസ്പോൺസ് കോഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എമർജൻസി റെസ്പോൺസ് കോഡ്. Dash are color-coded indicators used in healthcare facilities. Option A, emergency response codes. Emergency response codes. At the question, okay. Dash is crucial to ensure a swift response that protects patients, visitors, staff, and hospital property. Note paraya. Dash is crucial. ഇത് നിർണായകമാണ്. എന്താണ്? Dash is crucial. CRUCIAL. Dash is crucial to ensure ensure a swift response. A swift, SWIFT, swift response that protects patients, visitors, staff, and hospital property. Staff and hospital property. Option A, effective management. Option B, effective communication. Effective communication. നമ്മൾ ആ ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, ചലഞ്ചസിൽ വന്നതാണത്. Then option C, effective planning. Then അടുത്ത ഓപ്ഷൻ B, none of the above. എന്താണ് ക്രൂഷ്യൽ എന്ന് പറഞ്ഞത്? നമ്മള് എന്ത് വേണം? പേഷ്യൻസിന്റെ, വിസിറ്റേഴ്സിന്റെ, സ്റ്റാഫ്, ഹോസ്പിറ്റൽ പ്രോപ്പർട്ടി ഇതൊക്കെ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് എന്ത് അത്യാവശ്യമാണ്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത നോക്കിയേ. related to
hospital emergency codes. Related to hospital emergency codes, dash help, dash help, dash help, dash help, hospital personnel, dash help, hospital personnel, understand, dash help, hospital personnel, understand how to effectively manage, various emergency situations. Related to hospital emergency codes, dash help hospital personnel understand how to effectively manage various emergency situations. Option A, reports. Option B, health records. Option C, emergency response codes. Option D, equipment. നമ്മൾ ആ സെന്റൻസ് അതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ട് അവിടെ. ഏതാ നമ്മൾ പഠിച്ചത്? ഏതാ? എമർജൻസി റെസ്പോൺസ് കോഡ്. എമർജൻസി റെസ്പോൺസ് കോഡ്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എമർജൻസി റെസ്പോൺസ് കോഡ്സ് ആർ കോഡഡ് ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ടു അലർട്ട് ഡാഷ്. പറഞ്ഞതല്ലേ? ടു അലർട്ട് ഡാഷ്. ആരെ അലർട്ട് ആക്കാനാണ്? എമർജൻസി റെസ്പോൺസ് കോഡ് ആർ കോഡഡ് ഇൻഡിക്കേറ്റേഴ്സ് used in healthcare facility to alert staff. സ്റ്റാഫിനെ ഇനിയിപ്പോ അത് എഴുതണ്ട. സ്റ്റാഫിനെ. ഓക്കെ, സ്റ്റാഫിനെ. എന്താണ് മോള് ചോദിച്ചത് രക്ഷിത? ഞാൻ ഇവിടെ അതൊന്ന് ഷെയർ ചെയ്തിടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒക്കെ എടുത്തതാണ്. കുറച്ച് അതിനകത്ത് ഈ ചാപ്റ്റർ ക്വസ്റ്റ്യൻ, ഇത് ബാക്കി എന്താ ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ? ഇതിൽ കൊടുത്താൽ ഉണ്ടാവോ? ഞാനേ ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് എഴുതിയെടുത്തതും കുറച്ച് ഞാൻ മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന്റെ അനുസരിച്ച് ഞാനിപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോ അത് എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ ഈ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്താ പറയാ, നിങ്ങൾ എന്തായാലും പഠിക്കണം. അത് കുറച്ച് ചാപ്റ്റർ ഞാൻ ഇങ്ങനെ നോക്കിയെടുത്തതാണ് അതിൽ ക്വസ്റ്റ്യൻസേ. പിന്നെ മോക്ക് ടെസ്റ്റ് അല്ലാതെ തന്നേക്കുന്നതാണ്. വേറെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് തന്നിട്ടുണ്ടെന്നൊന്നും പറഞ്ഞു. പിന്നെ എന്താ, പിന്നെ ആ ഗൈഡിലേക്ക് കൂടി പഠിക്കണം കേട്ടോ. ആ ഗൈഡാണ് മെയിന്. നിങ്ങൾക്ക് ആ ഗൈഡിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ഇവിടെ നിന്ന്. ഗൈഡിനെ ഫോക്കസ് ചെയ്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് മെയിൻ എക്സാം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഗൈഡ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോ കുറച്ചൊക്കെ ഗൈഡിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻ റിവിഷൻ ആയതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കോഡ് ബ്ലാക്ക് ഇൻഡിക്കേറ്റ്സ് ഡാഷ്. കോഡ് ബ്ലാക്ക്
ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോഡ് ബ്ലാക്ക് ഇൻഡിക്കേറ്റ്സ് ഡാഷ്. അപ്പൊ കളർ കോഡ് ബ്ലാക്ക് എന്ന് എഴുതി വെച്ചാൽ മതി അവിടെ. ഇൻഡിക്കേറ്റ് ഡാഷ്. ഓപ്ഷൻ എയില് പേഴ്സൺ വിത്ത് എ വെപ്പൺ. ഓപ്ഷൻ ബിയില് ബോംബ് ത്രെറ്റ്. ഓപ്ഷൻ സിയില് ഹോസ്റ്റേജ് ടേക്കിംഗ്. ദെൻ ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. ഏതാണ്? കോഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ബോംബ് ത്രെറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ബോംബ് ത്രെറ്റ്, ബോംബ് ഭീഷണിയൊക്കെ വരുമ്പോഴാണ്. അടുത്ത നോക്കിയേ, which of the following information is to be provided if you witness hostage taking. Which of the following information is to be provided if you witness hostage taking? ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. ഓപ്ഷൻ എയില് നെയിം. ഓപ്ഷൻ എ നെയിം. ഓപ്ഷൻ ബിയില് നമ്പർ ആൻഡ് physical description. Number and physical description of hostage. Number and physical description of hostage. Option C ല് both A and B രണ്ടും പറയുന്നുണ്ടെന്ന്. Both A and B. Option D ല് none of the above. ഇവയൊന്നും പറയുന്നില്ല. ഏത് ഇൻഫർമേഷൻ ആണ്? which of the following information is to be provided? ഏതാണ്? ഓക്കെ, വെരി ഗുഡ്. ഈ both A and B ഉള്ളതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ചിലർക്ക് തോന്നാം. ഏതാണ് ആൻസർ? ഓക്കെ, നമ്മുടെ ആൻസർ ശരിയാണ് അല്ലെ? ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ്. അവിടെ പേര് പറയണോ? വേണ്ട, പേര് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതാണ് ഞാൻ ആ പേജ് ഇവിടെ ഷെയർ ചെയ്തത് എടുത്തു വെച്ചത്. എന്തൊക്കെ പറഞ്ഞാൽ മതി? ലൊക്കേഷൻ, visible signs or mention of weapon, number and physical description of hostage, number and physical description of hostage takers, then whether the hostage taker are continued with the specific room or whether they are mobile. ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പൊ അതിൽ ഏതാ കറക്റ്റ്? നമ്മുടെ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ്. പേര് പറയുന്നില്ല. ഓക്കെ, അത് കുറെ കുട്ടികൾ തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറച്ച് കുട്ടികൾ തെറ്റിച്ചു. ആ ബോത്ത് എ ആൻഡ് ബി ഉള്ളത് കൊണ്ട് ചിലരൊക്കെ ബോത്ത് എ ആൻഡ് ബി ഇട്ടു. അത് വ്യക്തമാക്കി വെക്കുക. നമ്പർ അവിടെ പറയുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, കോഡ് യെല്ലോ ഇൻഡിക്കേറ്റ്. Code yellow indicate. Option A missing infant. Option B missing patient. Then option C internal evacuation. Option D none of the above. ഏതാണ് code yellow? Missing patient. Okay, missing patient. Code yellow missing patient. ഇനി അടുത്ത് നോക്കിയേ, the information to be provided, the information to be provided when you discover
when you discover that a patient is missing, is dash എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കവർ ചെയ്താൽ, കണ്ടെത്തി കഴിഞ്ഞാൽ, ഓപ്ഷൻ എയില് പേഷ്യന്റ് നെയിം, ഓപ്ഷൻ ബിയില് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, then ഓപ്ഷൻ സിയില് ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സീൻ ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോ. നോക്കിയേ, ഏതാണ് നമ്മൾ പറഞ്ഞേക്കുന്ന? ഓപ്ഷൻ ഡി ആണ്. എല്ലാരും പറയണം അല്ലെ? ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഫർമേഷൻ പറയണം? പേഷ്യന്റ് നെയിം, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് യൂണിറ്റ് ആണ്, പിന്നെ അതുപോലെ ലാസ്റ്റ് സീൻ കണ്ട ആ ടൈമും ലൊക്കേഷൻ, ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സീൻ, ഈ 3 കാര്യങ്ങളും പറയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ മോക്ക് ടെസ്റ്റിലും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ എന്തായാലും നിങ്ങൾ എക്സാമിന് വേണ്ടി നോക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. നോക്കിയായിരുന്നോ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ? ഞാൻ പെട്ടെന്നൊന്ന് നോക്കാൻ പറഞ്ഞത് നമുക്ക് ആ ക്വസ്റ്റ്യൻസേ നമുക്ക് ചെയ്യാനായിട്ട് ഒരു എളുപ്പം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ അയ്യോ കുറെ നാളായല്ലോ പഠിച്ചിട്ട്, നമുക്ക് ചിലപ്പോ അത് ഓർക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാം. കുറച്ചൊക്കെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ കൊടുത്തു തന്നിട്ടുണ്ട്. അതൊന്നും നോക്കി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററും പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മൊഡ്യൂള് 5 ആണ് നമ്മൾ നോക്കണേ കേട്ടോ. ഇനി ഈ മൊഡ്യൂള് ഒരു ചാപ്റ്റർ കൂടി നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്, അത് ലാസ്റ്റ് നമുക്ക് നോക്കാം. 5ഉം 6ഉം കഴിഞ്ഞിട്ട് 7ലെ ആ ചാപ്റ്റർ കൂടി നോക്കാം കേട്ടോ. ഇപ്പൊ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ആ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, an institution curing സുഖപ്പെടുത്തുക, curing various illness. An institution curing various illness is called dash. An institution curing various illness is called dash. നമ്മൾ പഠിച്ചതാ, എച്ചയില് തുടങ്ങി നമ്മൾ പഠിക്കണ ഹിസ്റ്ററി ഏതാണ്? ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങി പഠിച്ചേക്കണ കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഓപ്ഷൻ എയില് ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബിയില് ഹോസ്റ്റൽ, then ഓപ്ഷൻ സിയില് ഹോട്ടൽ, then ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എം. ഓക്കെ, വെരി ഗുഡ്. നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? പല രോഗങ്ങളെ ക്യൂർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ തന്നെ, ഒരു സംശയമില്ല. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. ഏതാണ്? ഹോസ്പിറ്റൽ. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സർവീസ് ഈസ് basically 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 service is basically dash. The chapter on the service is basically dash. Option A visible, option A visible, option B invisible,
Then option C യില് both A and B. Then option D യില് none of the above. നമ്മൾ ആ കറക്റ്റ് സെന്റൻസ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു സർവീസ് ആണ്, ട്രീറ്റ്മെന്റ് അല്ല. ഒരു സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഇൻവിസിബിൾ. സർവീസ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ. ഓക്കെ, കണ്ടോ? Service is defined as an act or performance offered by one party to another that is invisible. Basically invisible. കണ്ടില്ലേ? ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? കണ്ടോ? ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയാണ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന്നുള്ളൂ. ഓക്കെ, സർവീസ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ. അല്ലെ, ഞാൻ ആ ചാപ്റ്റർ വൈസ് തന്നെ എഴുതിയെടുത്തത്. അപ്പൊ നമുക്കത് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, അടുത്ത ചാപ്റ്ററിൽ അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നൊക്കെ ഒരു സെക്ഷൻ ആയിട്ട് എഴുതിയെടുത്തു. അടുത്ത ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ സെക്ഷൻ ആയിട്ട് എഴുതി വെച്ചത്. അപ്പൊ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോഴും എളുപ്പമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇങ്ങനെ നോക്കാം. ചാപ്റ്റർ വൈസ് തന്നെ നോക്കുമ്പോഴായിരിക്കും നമുക്കും കുറച്ചും കൂടി അല്ലെ, ഏകദേശം നമുക്കൊന്ന് പെട്ടെന്ന് ആ ചാപ്റ്റർ റിവൈസ് ചെയ്ത് പോരാ. ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 6 ചെയ്താകുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് അല്ലേ ഒരു ഇതല്ലേ. ഇൻടാഞ്ചിബിൾ എന്ന് പറയാം. നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഓപ്ഷനില് നമ്മൾ പറഞ്ഞു സർവീസ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. നമ്മൾ അന്നേരം തന്നെ പറഞ്ഞതാണ്. നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പറയാ, അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഇവിടെ വിസിബിൾ എന്നും ഇൻവിസിബിൾ എന്നും ആണ് കൊടുത്തേക്കുന്നത്. സിയില് ബോത്ത് എ ആൻഡ് ബി എന്നും ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഇൻവിസിബിൾ ആയതുകൊണ്ട് നമ്മൾ ഏതാണ് അത് ചൂസ് ചെയ്തു. ഓപ്ഷൻ ബി ഇൻവിസിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇൻവിസിബിൾ ആയതുകൊണ്ട് നമ്മൾ അത് ചൂസ് ചെയ്തു എന്നുള്ളൂ. അടുത്ത നോക്കിയേ, റെസിപ്പിയൻസ് ഓഫ് ദ സർവീസ്. recipient of the service in hospitals are dash. Recipients of the service in hospitals are dash. ആരാണ് ഒരു റെസിപ്പിയന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ വായിക്കാൻ ഞാൻ ഡോക്ടേഴ്സ്, ഓപ്ഷൻ ബിയില് പാരാമെഡിക്കൽ സ്റ്റാഫ്, ഓപ്ഷൻ സിയില് പേഷ്യൻസ്, ഓപ്ഷൻ ഡിയില് നേഴ്സസ്. ആരാണ് ഈ സർവീസ് റിസീവ് ചെയ്യുന്നത്? ആരാണ്? ഓപ്ഷൻ സി ആണ്, പേഷ്യൻസ്. നിങ്ങൾ ഓപ്ഷൻസ് എഴുതി എടുക്കണ്ട കേട്ടോ. നോട്ട് ചെയ്യുന്ന കുട്ടികള് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് അതിന്റെ കറക്റ്റ് ആൻസർ മാത്രം അതിനോട് ഡാഷ് ഇട്ട് അങ്ങോട്ട് ചേർത്ത് എഴുതി വെച്ചാലും മതി. റെസിപ്പിയന്റ് ഓഫ് ദ സർവീസ് ഇൻ ഹോസ്പിറ്റൽസ് ആർ ആരാണ്? പേഷ്യൻസ്. ഓക്കെ, പഠിച്ചു പോകണ്ട്, എഴുതിയെടുക്കണമെന്നില്ല. എങ്കിലും ഇനി നോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് എക്സാം അടുക്കുമ്പോ വേണമെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കാലോ. അതും ചാപ്റ്റർ വൈസ് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ളത് കാണുമ്പോ അങ്ങനെ ഒരു സെക്ഷൻ ആയിട്ട് എഴുതി വെച്ചത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ബെനിഫിഷ്യറീസ്. ഓക്കെ, ശരിയാണ്. നമ്മുടെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ആ സർവീസിന്റെ റെസിപ്പിയൻസ് എന്ന് പറയുന്നത് പേഷ്യൻസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കെയറിംഗ് എ പേഴ്സൺ, കെയറിംഗ് എ പേഴ്സൺ with a caring a person with a dash. Caring a person with a dash is considered, considered, considered to be a good service. To be a good service. Caring a person with a dash is considered to be a good service. എങ്ങനെ കെയർ ചെയ്യണം? ഓപ്ഷൻ എയില് സ്മൈൽ, പുഞ്ചിരിയോടുകൂടി. ഓപ്ഷൻ ബിയില് ആൻഷ്യസ്, ദേഷ്യത്തോടുകൂടി. ഓപ്ഷൻ സിയില് ആംഗ്രി, ദേഷ്യത്തോടുകൂടി. ആൻഷ്യസ് ഉത്കണ്ഠയോടുകൂടി, ആംഗ്രി ദേഷ്യത്തോടുകൂടി. ഓപ്ഷൻ ഡിയില് എന്താ പറഞ്ഞ സിമ്പതി. പക്ഷെ നമ്മൾ അവിടെ സിമ്പതിയും കുഴപ്പമൊന്നുമില്ല, ഇതാണ്. പക്ഷെ
നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചേക്കുന്നത് എങ്ങനെ തന്നെയാണ്? കെയറിങ് എ പേഴ്സൺ വിത്ത് എ സ്മൈൽ. ടെക്സ്റ്റ് കണ്ടോ? ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വിത്ത് എ സ്മൈൽ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചത്? കെയറിങ് എ പേഴ്സൺ വിത്ത് എ സ്മൈൽ, അതാണ് ഗുഡ് സർവീസ്. ഓക്കെ, അപ്പൊ അതിലെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇത് എഴുതി എടുക്കണ്ട കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ അവിടെ ക്വാളിറ്റി ഓഫ് സർവീസ് അവിടെ ഒന്ന് ടിക്ക് ഇട്ട് വെച്ചാൽ മതി, കുറെ സമയം പോകുക എഴുതിയിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്വാളിറ്റി ഓഫ് സർവീസസ്. അത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ? അല്ലേ? ടെക്സ്റ്റിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പോയിന്റ്സുകൾ. ഉണ്ട്. അപ്പൊ ഞാൻ വായിക്കുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കോ, എല്ലാരും അതിനകത്ത് വന്നതാണോ, ക്വാളിറ്റി ഓഫ് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ എന്ന് നോക്കിയാൽ മതി. Option A, the service to be spontaneous without expecting anything. Then option B, the caring with a pleasant smile is a service. Then option C, the service should be voluntary without any obligation. Then option D, the all of the above. എല്ലാം വരുന്നുണ്ടോ അതില്? ക്വാളിറ്റീസിൽ തന്നെയാണോ? ഒന്ന് നോക്കി, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. നീ ഇത് ഒന്ന് നോക്കി, ഒന്നോട് വായിക്കട്ടോ ഓപ്ഷൻസ്. ആ ഓപ്ഷൻസ് ഒന്ന് നോക്കിയ, ടെക്സ്റ്റ് എടുത്തേ, നിങ്ങള് ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടില്ലേ? ഒന്നോട് നോക്കി, അതിനകത്ത് ക്വാളിറ്റീസിൽ വന്നതാണോ പോയിന്റ്സിൽ വന്നെയാണോ നോക്കി. സർവീസ് ടു ബി സ്പോണ്ടേനിയസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, ഒന്നാമത്തെ പോയിന്റ്. Then caring with a pleasant smile is a service. നോക്കിയേ, 1, 2, 3, നാലാമത്തെ പോയിന്റ് അല്ലേ? അടുത്ത് നോക്കിയേ, സർവീസ് ഷുഡ് ബി വോളണ്ടറി വിത്തൗട്ട് any obligation. രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് നാലാമത്തെ പോയിന്റ്. 4 പോയിന്റ് നമ്മൾ ക്വാളിറ്റീസിൽ പറഞ്ഞത് തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്, ഓൾ ഓഫ് ദ എബോ. അപ്പൊ അത് അവിടെ ടിക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അന്നേരം നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്വാളിറ്റീസിൽ തന്നെയാണോ എന്നുള്ളത്. ഇപ്പൊ തെറ്റിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളെന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലെ? നമുക്കിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ തെറ്റിയാ ഇനിയിപ്പൊ ക്വസ്റ്റ്യൻ വന്ന എന്തായാലും തെറ്റിക്കൂലല്ലോ അല്ലേ? ഇപ്പൊ പറയുമ്പോ തെറ്റിന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പൊ തെറ്റ് വരുത്തുമ്പോഴാണ് നമ്മൾ അത് ഇനി തെറ്റിക്കാതിരിക്കുള്ളൂ അല്ലെ? ചിലപ്പോ നമ്മളത് ശ്രദ്ധിക്കാതെ വേഗം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോ എക്സാമിന് തെറ്റിക്കും. ഇപ്പൊ ഇവിടെ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളത് എന്താ, അയ്യോ അതൊക്കെ തെറ്റിയല്ലോ എന്ന് വിചാരിച്ച് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ 3 എണ്ണം നമുക്ക് ആ പോയിന്റ്സിൽ വരുന്നത് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോ ആണ് അതിന്റെ കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ has to take care of. Hospital administrator has to take care of dash. ആരൊക്കെ വേണം നോക്കാൻ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരൊക്കെ ടേക്ക് കെയർ ചെയ്യണം? കെയർ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ വായിക്കാം കേട്ടോ. ഡോക്ടേഴ്സ്. ഓപ്ഷൻ ബിയില് നേഴ്സസ്. ഓപ്ഷൻ ഡിയില് ഓപ്ഷൻ സിയില് പേഷ്യൻസ്. ദെൻ ഓപ്ഷൻ ഡിയില് എന്താണ്? ഓൾ ഓഫ് ദ എബോ. ഇതാണ് ഓപ്ഷൻ ഡി അല്ലേ? അതിന്റെ തൊട്ട് താഴെയുണ്ട്. ഞാൻ അതും കൂടി ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ അവിടെ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു സെക്ഷൻ ആയിട്ട് എഴുതി വെച്ചു. എന്നിട്ട് ഏകദേശം ടെക്സ്റ്റിന്റെ ഓർഡർ അനുസരിച്ച് തന്നെയാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെച്ചേക്കും. അപ്പൊ നിങ്ങൾക്കും ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ചാട്ടോ. അപ്പൊ ടെക്സ്റ്റ് നമുക്ക് ഒന്ന് ഇതിന്റെ ഒപ്പം നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കി പോകാലോ എന്ന് കരുതിയിട്ടാണ്. അവിടെ ഇവിടെയൊക്കെ ആവുമ്പോ നിങ്ങൾക്ക് ഇതാകുമ്പോ നമ്മളത് ഒന്നുകൂടി നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ആ ഓർഡറും കൂടി നോക്കിയാണ് ഞാൻ വായിക്കണേ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ടു ടേക്ക് കെയർ ഓഫ്. ഓപ്ഷൻ എ ഡോക്ടേഴ്സ്, ഓപ്ഷൻ ബി നേഴ്സസ്, ഓപ്ഷൻ സി പേഷ്യൻസ്, ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദി എബോ. അതിന്റെ തൊട്ട് താഴെ തന്നെ കിടക്കുന്നതാണ്. ആ ക്വാളിറ്റീസിലെ പോയിന്റ്സിന്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ് എല്ലാവരെയും പരിപാലിക്കണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Who is the father of surgery? അത് നമ്മൾ പഠിച്ച് മുതൽ പഠിച്ചു വെച്ചേക്കുന്നതാ. ഞാൻ തെറ്റിക്കൂല എന്തായാലും. Who is the father of surgery? ഓപ്ഷൻ എ ശിശ്രുത, ഓപ്ഷൻ ബി ചരക, ഓപ്ഷൻ സി അശോക, ഓപ്ഷൻ ഡി ബുദ്ധ. ശിശ്രുത അന്ന് നമ്മൾ പഠിച്ചു വെച്ചതാ അല്ലെ?
മനസ്സിൽ തറവായി. ഞാൻ ആ എച്ചയില് എന്റെ കുട്ടികളൊക്കെ ഇതിനകത്തുണ്ടല്ലോ അല്ലെ. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഒരു ക്ലൂ അടക്കം ഞാൻ പറഞ്ഞു കൊടുത്താൽ, ഞാൻ എച്ചയിലിട്ട ബാച്ചിലെ കുട്ടികളോട് ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞാൽ യെസ് ആണ്, ശിശുവിന്റെയും എസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അത് മാറിപ്പോരുത്. എന്താണ് സർജറി എന്ന് പറയുമ്പോൾ എസ് വെച്ച് തന്നെ തുടങ്ങുന്നതാണ്, ശിശുദ്ധൻ തന്നെയാണ്. അവിടെ ഹിപ്പോക്രാറ്റീസിനെയോ ചരകനെയോ ബുദ്ധനെയോ ഒന്നും അശോകനെയോ ഒന്നും നമുക്ക് വലിച്ചടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഫാദർ ഓഫ് സർജറി എസ് ആണ്, എസ് ആണ് സർജറിയുടെ. ആൻസറിലും എസ് തന്നെയാണ്, ശിശുതയാണ്. അന്ന് നമ്മൾ തറവാക്കി പഠിച്ചു വെച്ചത് തന്നെയാണ്. ഓക്കെ, അടുത്ത. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The British opened the British opened the first modern hospital. British opened the first modern hospital for soldiers. ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയണോ? ഓക്കെ. The British opened open ചെയ്തു, PENED opened the first modern hospital. അത് നമ്മൾ പഠിച്ചതാ. For soldiers in 1664. ആ ഡേറ്റ് ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. In 1664 at dash. എവിടെയായിരുന്നു സോൾജേഴ്സിന് 1664 ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബിയില് ചെന്നൈ, ഓപ്ഷൻ സിയില് പൂനെ, ഓപ്ഷൻ ഡിയില് മണിപ്പൂർ. എവിടെയായിരുന്നു? ബ്രിട്ടീഷ് ഓപ്പൺ ദ ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ ഫോർ സോൾജേഴ്സ് in 1664. 1664 എവിടെയായിരുന്നു? ചെന്നൈയില്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ചെന്നൈ. അടുത്ത ക്വസ്റ്റ്യൻ. The most outstanding hospitals. The most outstanding hospitals in India were built by dash. The most outstanding hospital in India were built by dash. Option A Albert, option C Data, option B Alexander, then option C King Ashoka, option D Richard. അത് നമ്മൾ പഠിച്ചതാ. ഏതാണ്? The most outstanding hospital in India സ്ഥാപിച്ചത് built by King Ashoka. Option C ആണ് correct. King Ashoka. അടുത്ത ക്വസ്റ്റ്യൻ. Who is the father of Ayurveda? അതും എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ. Who is the father of Ayurveda? അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചേക്കുന്നതല്ലേ. ഓപ്ഷൻ എ ഹിപ്പോക്രാറ്റ്സ്, ഓപ്ഷൻ ബി ചരക, ഓപ്ഷൻ സി ശിശുത, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. പഠിച്ചതാണ്. ഫാദർ ഓഫ് ആയുർവേദ ചരക. ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ്, ചരക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. On the basis of duration of stay, on the basis of duration of stay. ആ ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്താലും മതി. ഇതൊന്ന് നിങ്ങൾ ഇനി കൈയഴിക്കും, നിങ്ങൾ എഴുതിയെടുത്ത്. ടെക്സ്റ്റ് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ. On the basis of duration of stay, hospital can be classified into dash. Duration of the stay അനുസരിച്ച് ഹോസ്പിറ്റലിനെ എത്രയാക്കിയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എയില് 2, ഓപ്ഷൻ ബിയില് 3, ഓപ്ഷൻ സിയില് 4, ഓപ്ഷൻ ഡിയില് 5. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 2. അത് നിങ്ങൾ ഇനിയുള്ളത് എഴുതിയെടുക്കണ്ട കേട്ടോ പിള്ളേരെ. ആ ടെക്സ്റ്റ് ഇല്ലേ നിങ്ങളുടെ
ടെക്സ്റ്റിൽ വേണമെങ്കിൽ ഒന്ന് പെൻസിലും കൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി എഴുതിയെടുക്കണ്ട. കുറെ നേരമായില്ലേ എഴുതുന്നവര്, നോട്ട് ചെയ്യുന്നവര് കൈ വേദന എടുക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് ടിക്കിടോ അല്ലെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്, അത് മതി. അപ്പൊ നമ്മൾ പറഞ്ഞു ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എത്രയാണ്? 2. ഇനി അടുത്താണ് എക്സ്പാൻഡ് എൻ ജിഒ. അതും അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എക്സ്പാൻഡ് എൻ ജിഒ ഓപ്ഷൻസ് ഞാൻ വായിക്കാം കേട്ടോ. നോൺ ഗവൺമെന്റൽ ഓപ്പറേഷൻ, ഓപ്ഷൻ ബിയില് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഓപ്ഷൻ സിയില് നോൺ ഗവൺമെന്റൽ ഒക്കേഷൻ, ഓപ്ഷൻ ഡിയില് ഏതാണ്? നൺ ഓഫ് ദ എബോ. ഏതാണ്? ഇത്രയൊന്നും ടൈപ്പ് ചെയ്തിടണ്ട കേട്ടോ. ഓപ്ഷൻ അങ്ങ് ഇട്ടാ മതി, പറയാലോ. ഓപ്ഷൻ ബി ആണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അത് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ നോട്ട് ചെയ്തതാണ്. അവിടെ NGO എന്ന് ഉള്ളതിന്റെ അവിടെ ഒരു പെൻസിൽ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് അടിയിൽ വെച്ചോ. അപ്പൊ നമുക്കറിയാം അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പാൻഡ് NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following hospital provide specialized service for both the adult and children under the same roof? ടെക്സ്റ്റ് തന്നെ നോട്ട് ചെയ്താൽ മതി. അണ്ടർ ദ സെയിം റൂഫ്, ഒരു കുടക്കീഴിൽ. അത് ഏത് ഹോസ്പിറ്റൽ ആണ്? ഓപ്ഷൻ എ ഞാൻ പറയാം, ജനറൽ ഹോസ്പിറ്റൽ. ദെൻ ഓപ്ഷൻ ബിയില് സ്പെസിഫിക് ഹോസ്പിറ്റൽ, ഓപ്ഷൻ സിയില് ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. അങ്ങനെ തന്നെ കിടക്കണ്ട അവിടെ. ഓപ്ഷൻ എ അവിടെ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ജനറൽ ഹോസ്പിറ്റലിന്റെ ഒന്നാമത്തെ സെന്റൻസ് നോക്കിയേ. These are the type of hospital where the different specialized services are provided to both the adult and children. കണ്ടോ ഒന്നാമത്തെ സെന്റൻസ്? അതേതാണ്? ജനറൽ ഹോസ്പിറ്റൽ. ഇനി ആ ക്വസ്റ്റ്യനും എഴുതണ്ട, ആൻസറും എഴുതണ്ട, ടെക്സ്റ്റിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത നോക്കിയേ, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയേ, ഡാഷ് ഹോസ്പിറ്റൽസ് deal with the specific categories of disease. പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങളെ നോക്കുന്ന ഹോസ്പിറ്റൽ. ഓപ്ഷൻ എ പറയാണ് കേട്ടോ, ജനറൽ ഹോസ്പിറ്റൽ. ഓപ്ഷൻ ബിയിലെ സ്പെഷ്യൽ ഹോസ്പിറ്റൽ, ഓപ്ഷൻ സിയിലെ ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡിയിലെ നൺ ഓഫ് ദ എബോ. സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ഡിസീസ് അതേതാണ്? ഓപ്ഷൻ ബി ആണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. അതും ഒന്ന് ടിക്കിട്ട് വെച്ചോടെ. ഇനി അടുത്തത് നോക്കിയേ, ഐ ഹോസ്പിറ്റൽസ്, ENT ഹോസ്പിറ്റൽസ്, അടുത്തത് hospitals of cardiac disease are the examples of dash hospital. ENT cardiac hospital ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ വരുന്നതാ? ഓപ്ഷൻസ് വായിക്കാട്ടോ. ജനറൽ ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബിയില് സ്പെസിഫിക് ഹോസ്പിറ്റൽ, ഓപ്ഷൻ സിയില് ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. അതായത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഐ ഹോസ്പിറ്റൽ ഉണ്ട്, ഹോസ്പിറ്റൽ ഓഫ് കാർഡിയാക് ഡിസീസ്. അവിടെ ആ രോഗം മാത്രമേ നോക്കുള്ളൂ, കാർഡിയാക് ആയിട്ടുള്ള സംബന്ധിച്ചുള്ള ഇത് മാത്രമേ അവിടെ ട്രീറ്റ്മെന്റ് ഉള്ളൂ. ഐ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ല. സ്പെസിഫിക് ഹോസ്പിറ്റൽ ആണ് അത്. ഓക്കെ, ഇത് സ്പെഷ്യൽ ഹോസ്പിറ്റൽ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, സ്പെഷ്യൽ ഹോസ്പിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കോർഡിംഗ് ടു ദ size or number of birds, according to the size or number of birds, a hospital is classified into dash. Size or number of birds അനുസരിച്ച് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സിയിലെ 4, ഓപ്ഷൻ ഡിയിലെ 5. സൈസ് ഓർ നമ്പർ ഓഫ് ബേർഡ്സ് ഓപ്ഷൻ ബി ആണ് 3. നമ്മൾ ഓരോന്ന് നമ്മൾ പറഞ്ഞതാ. On the basis of duration of the stay പറഞ്ഞു, on the basis of ownership,
ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ദ സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ് അനുസരിച്ച് ഹോസ്പിറ്റലിനെ മൂന്നാക്കി തിരിച്ചേക്കുന്നു. റീജിയണൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പബ്ലിക് ഹോസ്പിറ്റൽസ് are owned, OWNED, owned and operated by dash. Public hospitals are owned and operated by dash. Option A, private people. Option B, government. Option C, cooperative society. Option D, NGO. Public hospital ആരാണ് ഉടമസ്ഥത, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് ആണ്. ആരാണ്? ഗവൺമെന്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഗവൺമെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊന്നും എഴുതണ്ട കേട്ടോ, അത് അവിടെ തന്നെ വേണമെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. കിൻഡർ ഹോസ്പിറ്റൽ ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. Kinder Hospital and Apollo Hospital are examples of dash. Kinder Hospital and Apollo Hospital are examples of dash. Option A, public hospitals. Option B, private hospitals. Option C, cooperative hospital. Option D, none of them. ഏതാണ് അറിയാം? പബ്ലിക്, സോറി, പ്രൈവറ്റ്. കിൻഡറും അപ്പോളോ ഹോസ്പിറ്റൽ ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് നോക്കിയേ. In the word ആയുഷ്, A stands for, അതൊന്നും എഴുതണ്ട കേട്ടോ. In the word ആയുഷ്, A stands for dash. അതിന് ഓരോ ലെറ്റേഴ്സും എന്തിനെയാ സൂചിപ്പിക്കണേ എന്നുള്ളത് നോക്കിക്കോട്ടോ. ആയുഷിലെ A എന്ന് പറഞ്ഞ ലെറ്റർ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എയില് അലോപ്പതി, ഓപ്ഷൻ ബിയില് ആയുർവേദ, ഓപ്ഷൻ സിയില് അനസ്തീഷ്യ, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. ആയുർവേദ ആണ്. ഇതിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെയാ സൂചിപ്പിക്കണേ എന്നുള്ളത് നോക്കി വെക്കണം കേട്ടോ. ഓപ്ഷൻ എയില് ആയുർവേദ, സോറി അലോപ്പതി കൊടുത്തത്. ഓപ്ഷൻ എയിൽ അലോപ്പതി, ഓപ്ഷൻ ബിയിലാണ് ആയുർവേദ. നമ്മൾ ഓരോ ലെറ്റേഴ്സും എ ആയുർവേദ, Y യോഗ ആൻഡ് നേച്ചുറോപ്പതി, യു യുനാനി, എസ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി. അത് ഓരോ ലെറ്റർ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആയുഷ് ഹോസ്പിറ്റൽസ് are hospitals which are coming under the Ministry of Dash. ഏത് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന, അങ്ങനെ സെന്റൻസ് ഉണ്ട്. ആയുഷ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടക്കുന്ന സെന്റൻസ് ആ. ആയുഷ് ഹോസ്പിറ്റൽസ് are hospitals which are coming under the Ministry of Dash. Ministry of ഏതാണ്? ഓപ്ഷൻ എയില് ആയുഷ്, ഓപ്ഷൻ ബിയില് BARC, ഓപ്ഷൻ സിയില് LAEA, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദി എബോ. ഏതാണ്? ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ കിടക്കുന്നതാണ്. AYUSH. ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാരും അത് നമ്മളൊരു ഓർഡർ അനുസരിച്ച് തന്നെ ഒരുവിധം നോക്കി പോയത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. യെസ്, ഒരുവിധം ഒരു കോൺഫിഡന്റ് ആയോ? നമുക്ക് ആ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് കുറച്ച് കുട്ടികളൊക്കെ പോയി. ചിലപ്പോ അവർക്ക് തിരക്കുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റിവിഷൻ ആയതുകൊണ്ടാ. എന്ത് റിവിഷൻ? അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചോളാം എന്നുള്ളത് കൊണ്ടാണോ തിരക്ക്? ചിലപ്പോ തിരക്കായിട്ടായിരിക്കും. എങ്കിലും കുറച്ച് പേര് കുട്ടികൾ വളരെ ഇതായിട്ട് നമ്മുടെ സ്ഥിരം പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. നീതു, പത്മശ്രീ, അവരെല്ലാവരും എല്ലാ ക്ലാസ്സിലും കയറുന്ന കുട്ടികളൊക്കെ തന്നെയാണ്. രേഷ്മ, എല്ലാവരും തന്നെ.
ഇപ്പൊ നിലവിൽ നമ്മൾ 12 പേരെ വെച്ച് തുടങ്ങിയതാണ്. ബിസി ആയിട്ട് ഋഷി പോയെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഋഷിയുടെയൊക്കെ നമുക്ക് അറിയാലോ, നിങ്ങളൊക്കെ എന്ന് കയറുന്ന കുട്ടികൾ അത്രയും ആ ഒരു എന്താ പറയാ ക്ലാസ്സിനോട് എന്താ പറയാ അത്രയും ഞങ്ങൾ അവരോട് പറയാറുണ്ട്. സ്ഥിരം കയറുന്ന കുട്ടികൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, റെഗുലർ ആയിട്ടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പോണ കുട്ടികൾ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ 12 പേര് വെച്ച് തുടങ്ങി 6 പേരിലേക്ക് എത്തി നിർത്തി. എന്നുവെച്ചാൽ എന്തായാലും ഇപ്പൊ കേറി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയില്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ ഒരുവിധം ഞാൻ കവർ ചെയ്തു, കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചതിനൊക്കെ എഴുതാൻ പറ്റണ്ട് അല്ലെ? കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓക്കെ ആണ്. ഒരു ഏകദേശം ആ ചാപ്റ്ററിലൂടെ വേഗം ഒന്ന് ഓടിച്ചു പോകാൻ പറ്റി, കുറെ ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി എന്താ പറയാ നമുക്കപ്പോ ഒരുവിധം ഇതായില്ല, കുറെ നാളായി നമ്മളത് പഠിച്ചടച്ചു വെച്ചേക്കുന്നത് അല്ലെ? ഒരുവിധം നമ്മൾ ചാപ്റ്റർ റിവിഷൻ ആകുമ്പോ ടെൻഷൻ ഒന്നുമില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, ഓപ്ഷൻസ് കേൾക്കും, നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് പുതിയത് പഠിക്കേണ്ടതിന്റെ ടെൻഷൻ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അതിലുപരിയായിട്ട് നമുക്ക് ഒന്നുകൂടി ആ ചാപ്റ്റർ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഏകദേശം ഇന്ന കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നേ, അല്ലെങ്കിൽ എന്താണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സില് ഏതാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ 3ാമത്തെ ചാപ്റ്റർ അല്ലേ, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8ാമത്തെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. എന്നാലും നിങ്ങൾക്ക് റിവിഷൻ കുറച്ച് തന്നാലും പിന്നെയും സമയം ഉണ്ടാവും. എന്തായാലും പെട്ടെന്ന് നമുക്ക് ക്ലാസ് ഒക്കെ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കഴിഞ്ഞ ബാച്ചിലൊക്കെ നമുക്ക് ഏതാണ് PG4 എന്താ ഒരു ക്ലാസ്സോ നിങ്ങളുടെ തന്നെ റിവിഷൻ ചെയ്യാൻ ആകെ കിട്ടിയുള്ളൂ. ഒരു ക്ലാസ്സിലൊക്കെ നമുക്ക് ഈ ഇത്രയും ഡീപ്പായിട്ടൊന്നും പഠിച്ചു പോകാൻ പറ്റില്ല അല്ലെ? ഒരു ക്ലാസ്സിലൊന്നും നമുക്ക് അത്രയും ഇതായിട്ട് പഠിക്കാൻ പറ്റില്ല. എല്ലാം കൂടി ഒരു ദിവസം വെറുതെ ഇരുന്ന പെട്ടെന്ന് ഒന്ന് PG3-ല് PG3-ല് അങ്ങനെ അധികം കിട്ടിയില്ല റിവിഷൻ ചെയ്യാനായിട്ട്. 1-2 ക്ലാസ് ഒക്കെ അവർക്ക് റിവിഷൻ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നന്നായിട്ട് നോക്കാനുള്ള സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്നവരെ ഇനിയിപ്പോ ടെൻഷൻ ഇല്ല, എനിക്ക് മനസ്സിലായി. ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. 3ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചോ, നോക്കിത്തരാം. ഓക്കെ, എന്നാ 2 മിനിറ്റ് മുന്നിൽ നിർത്തുകയാണ്. ഇത്രയും നേരം ഇത് കേട്ടിരുന്ന കുട്ടികൾ ബോറടിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയിട്ട് 3ാമത്തെയും 8ാമത്തെയും ചാപ്റ്റർ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.